ജി സുധാകരനെ കുറിച്ച് മുഖ്യമന്ത്രി ഇന്ന് നടത്തിയിട്ടുള്ള അദ്ദേഹത്തിന്റെ മറുപടിയിലൂടെ പറഞ്ഞിട്ടുള്ള അദ്ദേഹത്തിന്റെ പരാമർശങ്ങൾ നമുക്കൊന്ന് വിശകലനം ചെയ്യാം. ദിലീപ്, ജി സുധാകരൻ പാർട്ടി വിടുന്നതിന് പറഞ്ഞ കാരണം തുടർച്ചയായി തനിക്ക് നേരിടേണ്ടി വന്ന അവഗണന എന്നതാണ്. മാത്രമല്ല അവിടെ ഒരു പാർട്ടി ക്രിമിനലിസം തനിക്കെതിരെ പ്രവർത്തിക്കുന്നു, അതൊന്നും ആരും നിയന്ത്രിച്ച് നിർത്തുന്നില്ല എന്നാണ്. ജി സുധാകരൻ ഈ പാർട്ടി വിടാനുള്ള തീരുമാനമുണ്ടായപ്പോൾ അദ്ദേഹത്തിന്റെ വീട്ടിന്റെ മുൻവശത്ത് ഒരു ബാനർ ഉണ്ടായിരുന്നു, വർഗവഞ്ചകൻ എന്ന്. പക്ഷേ പാർട്ടി നേതാക്കൾ ആരും തന്നെ ജി സുധാകരൻ ആ തരത്തിൽ വിശേഷിപ്പിക്കുകയോ അങ്ങനെ പ്രതികരിക്കുകയോ ചെയ്തിട്ടില്ല. മുഖ്യമന്ത്രി കഴിഞ്ഞ 2 ദിവസങ്ങളിലെ അദ്ദേഹം മാധ്യമങ്ങൾക്ക് നൽകുന്ന അഭിമുഖത്തിൽ ഇന്നിപ്പോൾ SKനുമായി സംസാരിച്ചപ്പോഴും പറയുന്നത്, ഞാൻ അദ്ദേഹത്തെ പലവട്ടം ഫോണിൽ വിളിച്ചു, 3 വട്ടം ഫോണിൽ വിളിച്ചു, അദ്ദേഹം ഫോൺ എടുത്തില്ല. അതിനുശേഷം പിന്നീട് ജില്ലാ സെക്രട്ടറി അവിടെ ചെന്നു, നാസർ അവിടെ ചെന്നു. അപ്പോൾ പറഞ്ഞു, ഇങ്ങനെ CM വിളിച്ചിരുന്നല്ലോ, താങ്കൾ എടുത്തില്ലോ, ഞാനിപ്പോൾ വിളിച്ചു തരാം എന്ന് പറഞ്ഞപ്പോൾ ജി സുധാകരൻ പറഞ്ഞു, വേണ്ട, ഞാൻ അദ്ദേഹത്തെ പിന്നീട് വിളിച്ചോളാം. പിന്നീട് സുധാകരൻ വിളിച്ചിട്ടേ ഇല്ല. അപ്പോഴേക്കും ചില ധാരണയൊക്കെ ആയി കാണും എന്നാണ് മുഖ്യമന്ത്രി പറയുന്നത്. ഇതിലൊരു പ്രതികരണം ജി സുധാകരൻ ഇന്ന് നൽകിയിട്ടുണ്ട്. അദ്ദേഹം പറഞ്ഞത് CM തന്നിട്ടുള്ള നമ്പറിൽ നിന്ന് ഒരു കോളും എനിക്ക് വന്നിട്ടില്ല എന്നാണ്. ഇനി അവഗണനയുടെ കാര്യം, അവിടെ CM പറയുന്നത്, മുഖ്യമന്ത്രി പറയുന്നത്, അദ്ദേഹത്തിന് എല്ലാ ഘട്ടത്തിലും പാർട്ടി പരിഗണിച്ചിട്ടുണ്ട്, ജില്ലാ കമ്മിറ്റിയിൽ അദ്ദേഹത്തിന് വേണ്ടി ഒരു പ്രത്യേക മുറി ഉണ്ടായിരുന്നു. എങ്ങനെയാണ് ഈ അവഗണന എന്ന് പറയുക എന്നാണ്. ജി സുധാകരൻ പോയാൽ ഒരു പോറൽ പോലും പാർട്ടിക്കോ മുന്നണിക്കോ ഏൽക്കില്ല എന്ന മുഖ്യമന്ത്രിയുടെ ആത്മവിശ്വാസം എന്തായിരിക്കാം? എങ്ങനെയാണ് മുഖ്യമന്ത്രി ഈ പറഞ്ഞ കാര്യങ്ങളെ ദിലീപ് കാണുന്നത്? ഗോപി, ജി സുധാകരൻ ആലപ്പുഴയിലെ മുതിർന്ന നേതാവാണ്. നമ്മൾ ഈ പലവട്ടം ചർച്ച ചെയ്തിട്ടുള്ളതാണ്. ഒരു രക്തസാക്ഷി കുടുംബ ആ പാരമ്പര്യം കൂടി ജി സുധാകരനെ സംബന്ധിച്ചുണ്ട്. അങ്ങനെയുള്ള ഒരു നേതാവ്, പ്രത്യേകിച്ച് ആലപ്പുഴയിൽ എത്രയോ കാലം CPIMന്റെ നേതൃത്വത്തിൽ ജി സുധാകരൻ ഉണ്ടായിരുന്നു. വലിയ വിവാദങ്ങളൊക്കെ ആലപ്പുഴ ജില്ലയിലെ CPIMനെ ബാധിക്കുന്ന ഘട്ടത്തിലൊക്കെ ജി സുധാകരൻ പാർട്ടിയുടെ തലപ്പത്ത് അവിടെ ഉണ്ടായിരുന്നയാളാണ്. അതുകൊണ്ടാണ് ഈ സലാമിനെ പോലെയുള്ള നാസറിനെ പോലുള്ളവരൊക്കെ ജി സുധാകരൻ തൻ്റെ സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിക്കുന്ന സമയത്ത് ഇതൊക്കെ തങ്ങൾക്ക് പഠിപ്പിച്ചു തന്നിട്ടുള്ള നേതാവാണ്, ഇതിനെയൊക്കെ എങ്ങനെ പ്രതിരോധിക്കണം എന്ന കാര്യം പറഞ്ഞു തന്നിട്ടുള്ള നേതാവാണ് ജി സുധാകരൻ. അതുകൊണ്ട് അദ്ദേഹം അന്ന് പറഞ്ഞു തന്ന കാര്യം ഞങ്ങൾ നടപ്പാക്കുമെന്നാണ്. അങ്ങനെയുള്ള ഒരു നേതാവ് അദ്ദേഹം ഇപ്പോൾ സ്വതന്ത്രനായി മത്സരിക്കുന്നത് ബാധിക്കില്ല എന്നൊന്നും നമ്മൾ കരുതേണ്ടതില്ല. ഒരിക്കലും ഈ CPIMനെ സംബന്ധിച്ച് അവിടെ ഏതെങ്കിലും എതിർപ്പുകൾ ഉള്ള ഏതെങ്കിലും ഒരു നേതാവിനെ സംബന്ധിച്ച് അത് വരികയാണെങ്കിൽ അങ്ങനെ പരസ്യമായുള്ള ഒരു പ്രകടനത്തിലൂടെയോ ചിലപ്പോൾ അത് പരസ്യമായി അവിടെ പോസ്റ്റർ എഴുതിയോ അല്ലെങ്കിൽ ചുവരെഴുതിയോ ഒന്നും ആയിരിക്കില്ല ആ എതിർപ്പ് പ്രകടിപ്പിക്കുക. ഈ ബൂത്തിലായിരിക്കും എന്നുള്ളതിന് തെളിവ് ആലപ്പുഴയിൽ നിന്ന് തന്നെയുണ്ട്. VS മാരാരിക്കുളത്ത് തോൽക്കാൻ ഇടയായ ആ സമയത്ത് അന്നവിടെ പാർട്ടി എണ്ണയിട്ട യന്ത്രം പോലെ പ്രവർത്തിക്കുകയാണ് CPIM. ഏതെങ്കിലും തരത്തിൽ അവിടെ എതിർപ്പുണ്ട്, VSനെ അവിടെ വീഴ്ത്താൻ സാധ്യതയുണ്ട് എന്ന കാര്യം പാർട്ടി CPIM പോലും മനസ്സിലാക്കിയിരുന്നില്ല. അങ്ങനെ ഉള്ള ഒരു പാരമ്പര്യം ഈ ആലപ്പുഴ ജില്ലയെ സംബന്ധിച്ചുണ്ട്. അതുകൊണ്ട് അങ്ങനെ പാർട്ടിക്കൊരു പോറലും സംഭവിക്കില്ല എന്ന മുഖ്യമന്ത്രിയുടെ വാദം ഞാൻ കണക്കിലെടുക്കുന്നില്ല. ജി സുധാകരൻ പോയതിൻ്റെ പ്രത്യാഘാതം അവിടെ ഉണ്ടാകും എന്ന് തന്നെയാണ് ഞാൻ ഉറച്ച് വിശ്വസിക്കുന്നത്. തനേഷ്, ഈ ജി സുധാകരന്റെ പോക്കിനെ എനിക്ക് തോന്നുന്നു മുഖ്യമന്ത്രി നൽകിയിട്ടുള്ള പല അഭിമുഖങ്ങളിലും ഈ ചോദ്യം ഉയർന്നു വന്നിട്ടുണ്ട്. അതിൽ ഒരു മാധ്യമത്തിൽ നൽകിയ അഭിമുഖത്തിൽ ജി സുധാകരൻ കാണിച്ചത് ചെറ്റത്തരമാണ് എന്ന് മുഖ്യമന്ത്രി പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എനിക്ക് തോന്നുന്നു എക്സ്ട്രീമായിട്ട് പോലും ഈ കാര്യങ്ങളിൽ ഒരു പ്രതികരിച്ചു തുടങ്ങി. ഇതുവരെ നേതാക്കൾ ജി സുധാകരൻ ആ നിലയിൽ കണ്ടിരുന്നില്ല. പക്ഷെ മുഖ്യമന്ത്രി ഇതിനിടയിൽ പറഞ്ഞൊരു വാചകമുണ്ട്. ഇപ്പോൾ SKനോട് സംസാരിച്ചപ്പോൾ പറഞ്ഞതിൽ ഒരു വാചകം ഇങ്ങനെയാണ്, എൻ്റെ ഫോൺ എടുത്തില്ല, എന്നെ തിരിച്ചു വിളിച്ചുമില്ല. കാരണം എന്താ, അതിനിടയിൽ ഈ ധാരണയൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞു കാണുമല്ലോ എന്നാണ്. അപ്പോൾ നേരത്തെ തന്നെ ജി സുധാകരൻ സ്വതന്ത്രനാകാൻ തീരുമാനിക്കുന്നതും UDFന്റെ പിന്തുണ ഉണ്ടാകുമെന്ന് ഉറപ്പിക്കുകയും ഒക്കെ ചെയ്ത ശേഷം അദ്ദേഹം നടത്തിയ കരുനീക്കമാണിത് എന്നൊരു സൂചന മുഖ്യമന്ത്രി ഇതിനകത്ത് നൽകിയിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ സുധാകരൻ സ്ഥാനത്തിനു വേണ്ടി, പദവികൾക്ക് വേണ്ടി അതിനൊരു മറയായിക്കൊണ്ട് ഈ പരിഗണന വിഷയം ഉയർത്തുകയായിരുന്നു എന്നാണോ അദ്ദേഹം പറയുന്നത്? ഗോപി, അങ്ങനെ ഒരു നീക്കം ജി സുധാകരൻ നടത്തിയിട്ടുണ്ട് എന്ന് നമുക്ക് വിശ്വസിക്കാൻ കഴിയില്ല. കാരണം അതിനുശേഷം അദ്ദേഹത്തിൻ്റെ പ്രതികരണങ്ങൾ, പ്രത്യേകിച്ച് സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിച്ചതിന് ശേഷവും സ്ഥാനാർത്ഥി നോമിനേഷൻ കൊടുക്കുന്ന സമയത്തുൾപ്പെടെ അങ്ങനെ UDFനെ ഒരു പരിധിക്കപ്പുറത്തേക്ക് അടുപ്പിക്കുന്ന ഒരു സമീപനം അദ്ദേഹം സ്വീകരിക്കുന്നില്ല. അദ്ദേഹം നേരത്തെ തന്നെ മുൻകൂട്ടി സ്ഥാനാർത്ഥിയാകണം അല്ലെങ്കിൽ UDFന്റെ പിന്തുണയോടെ മത്സരിക്കണം എന്നൊക്കെയാണ് തീരുമാനിച്ചിരുന്നതെങ്കിൽ ഇങ്ങനെ ആയിരിക്കില്ല അദ്ദേഹം പൊതുസമൂഹത്തിന് മുന്നിൽ പ്രത്യക്ഷപ്പെടുക, അദ്ദേഹത്തിൻ്റെ വാക്കുകൾ ഇങ്ങനെയായിരിക്കില്ല എന്നുള്ള കാര്യം ഉറപ്പാണ്. ഇത് തികച്ചും വൈകാരികമായിട്ടുള്ള ഒരു നിലപാട് അദ്ദേഹം സ്വീകരിക്കുന്നത് വൈകാരികമായിട്ടാണ് മത്സരിക്കാൻ തീരുമാനിക്കുന്നതെങ്കിലും അതിലേക്ക് എത്തുന്ന സാഹചര്യം അത് ഒരിക്കലും രാഷ്ട്രീയവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളല്ല. വ്യക്തി എന്നുള്ള നിലയ്ക്ക് അദ്ദേഹം നേരിട്ട അവഗണന, അതും സംസ്ഥാന നേതൃത്വത്തിന്റെ ഭാഗത്തു നിന്നുള്ള അവഗണനയേക്കാൾ ഉപരിയായിട്ട് ജില്ലാ ഘടകത്തിൽ ജില്ലാ നേതൃത്വത്തിന്റെ ഭാഗത്തു നിന്ന് നിരന്തരമായി ഉണ്ടാകുന്ന അവഗണനയും അവഹേളനവും മാറ്റി നിർത്തപ്പെടലുകളും ഒക്കെയാണ് അദ്ദേഹത്തെ ഇത്തരം ഒരു ചിന്തയിലേക്ക് എത്തിച്ചത്. ഇനി ഞാൻ എന്തിനിവിടെ തുടരണം എന്നുള്ളത്. പിന്നെ
അതായത് തനീഷ് പറഞ്ഞതിന്റെ അർത്ഥം അനുനയത്തിനുള്ള ഒരു സാധ്യത അപ്പോഴും ഉണ്ടായിരുന്നു. കാരണം അദ്ദേഹം ഇപ്പോഴും പറയുന്നത് പിണറായി വിജയൻ മൂന്നാമതൊരു വട്ടം കൂടി മുഖ്യമന്ത്രിയാകുന്നതിൽ സന്തോഷമുണ്ടെന്നാണ്. അതായത് പിണറായിയുമുള്ള ആത്മബന്ധത്തിന്റെ അദ്ദേഹം ആ നിലപാട് പിന്നീട് മയപ്പെടുത്തിയെന്ന് മാത്രമല്ല LDF മൂന്നാമത് വരില്ല എന്ന് കൂടി അദ്ദേഹം പറഞ്ഞു. അതൊന്നും പറഞ്ഞു. LDF മൂന്നാമത് വരില്ല, അതിന് പാർട്ടി ക്രിമിനലിസമാണ് അതിന് കാരണം, ഇവർക്ക് ഇതിന്റെ ഗ്രൗണ്ടിലെ കാര്യങ്ങൾ അറിയില്ല എന്നാണ് പറഞ്ഞത്. പക്ഷെ അന്നും പിണറായി വിജയനെ കുറിച്ച് നല്ല വാക്കായിരുന്നു ജി സുധാകരൻ പറഞ്ഞു. ഞാൻ ചോദിക്കുന്നത്, പിണറായി നേരിട്ട് വിളിച്ചാൽ അല്ലെങ്കിൽ പിണറായി ഇടപെട്ടിരുന്ന ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.